എന്താടോ? സാർ, സാർ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇത് എനിക്ക് മനസ്സിലാവണമെങ്കിൽ മിനിമം 1 മാസം എടുക്കും സാർ. ഞാൻ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തിട്ട് പിന്നെ മീറ്റിങ്ങിനകത്ത് ഇരുന്നാ പോരെ? അത് പറ്റില്ല. എടോ, താനാണ് പത്മ ഇൻഡസ്ട്രീസിന്റെ CEO. താൻ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കണം. എടോ, തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കണം. പിന്നെ തനിക്ക് എന്തെങ്കിലും വീഴ്ച വന്നാൽ അതേ മീറ്റിംഗിൽ ഞാനുണ്ടല്ലോ. പിന്നെന്താ കുഴപ്പം? സാർ എന്നെ കൊലക്ക് കൊടുത്ത് അടങ്ങുമല്ലേ? എടോ, ഇതിലൊരു മാറ്റമില്ല നന്ദിനി. പത്മ മേഡത്തിനെ വെല്ലുവിളിച്ച് ഞാൻ കൊണ്ടിരുത്തിയ പൊസിഷനാ ഇപ്പൊ തൻ്റെത്. അത് മാറ്റാൻ പറ്റില്ല. സോറി. സാർ 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 ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് സാർ. ഇന്ന് മീറ്റിങ്ങിന് ഞാനില്ലെങ്കിൽ പത്മ മാഡത്തിന് നല്ല സന്തോഷമായിരിക്കും. എന്നിട്ട് അടുത്ത തവണയും മാഡം വിചാരിക്കും ഞാൻ വരില്ല എന്ന്. അപ്പം നമുക്ക് പോവാം സാർ. എടോ, ഒരു കള്ളം പറഞ്ഞു പിടിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതിന്റെ ബട്ടണൊക്കെ ഞാൻ തന്നെ ഇട്ടോളാം. താനേ വേഗം റെഡിയാവും നോക്ക്. സാർ പിന്നെ നന്ദിനി, ഇന്നത്തെ മെയിൻ അജണ്ട ഉണ്ടല്ലോ. കുക്കർ നിർമ്മാണത്തിൽ നമ്മുടെ കമ്പനി കുറച്ച് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഉണ്ടായിരുന്ന കമ്പനികളുടെ പ്രൊഡക്ഷൻ നമ്മളെ മൊത്തത്തിലങ്ങ് ബാധിക്കും. എപ്പോൾ വേണമെങ്കിലും ഇൻഡസ്ട്രിയിൽ അവർ നമ്മളെ മറികടക്കാം. അങ്ങനെ മറികടന്ന പത്മ ഇൻഡസ്ട്രീസ് പിന്നെ 2ാം സ്ഥാനത്താണ്. കമ്പനിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പത്മ ഇൻഡസ്ട്രീസ് 2ാം സ്ഥാനത്തേക്ക് പോയിട്ടേ ഇല്ല. സോ ഒന്നുകിൽ നിലവിലുള്ള പ്രോഡക്റ്റ് വിൽക്കാനുള്ള ഐഡിയ, അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ്. 2-1 ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ എന്തായാലും പറയണം. അതെ, നോക്കി താൻ പറയുകയാണെങ്കിൽ നല്ലത്. ഞാനോ? അതെ.